മാനദണ്ഡം. സജീവൻ ഇപ്പോൾ ഉമർ ഫൈസി മുക്കവും മുണ്ടുപാറയും പറഞ്ഞതും ഇപ്പോൾ ശ്രീ മുഹമ്മദ് അലി കിനാലൂർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളും ഒക്കെ ഒന്ന് ഡീകോഡ് ചെയ്താൽ നോക്കൂ, നമ്മുടെ കാസർഗോഡ് മുതൽ പാലക്കാട് വരെ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ തന്നെയും വളരെ നിർണായകമാണ് ന്യൂനപക്ഷ വോട്ടുകൾ. അതിൽ പ്രത്യേകിച്ച് സമസ്തയുടെ രണ്ട് വിഭാഗങ്ങളുടെയും നിലപാട് അതീവ പ്രാധാന്യമുള്ളതുമാണ്. ഇത് ഡീകോഡ് ചെയ്താൽ താങ്കൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്, അതിലെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നത്? വളരെ ലളിതമായിട്ടുള്ള രീതി ഞാൻ പറയാം. ഒന്ന്, രണ്ട് സുന്നി വിഭാഗങ്ങളും EK വിഭാഗമാണെങ്കിലും AP വിഭാഗമാണെങ്കിലും അവർ ഇപ്പം നല്ല നിറഞ്ഞു നിൽക്കുന്ന മാവിൽ നിന്നും മാങ്ങ കൊലയോട് കൂടിയിട്ട് അവർ തോട്ടി ഉപയോഗിച്ചിട്ട് വീഴ്ത്തുന്നുണ്ട്. അതിനി നിലത്ത് വീഴാതെ പിടിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അത് പിടിക്കാൻ LDFന് കഴിയുമോ എന്നുള്ളത് മാത്രമേ എനിക്ക് നോക്കേണ്ട. അത് മാത്രമാണ് മുന്നിലുള്ള പ്രശ്നം. ബാക്കി വളരെ വ്യക്തമാണ്. EK വിഭാഗമാണെങ്കിലും AP വിഭാഗമാണെങ്കിലും പറയുമ്പോൾ അവർ ചില കാര്യങ്ങൾ, ചില സൂചനകൾ നൽകും. എന്നാൽ വ്യക്തതയോടുകൂടി ഒരു സൗണ്ട് ബൈറ്റായി നമുക്ക് പറഞ്ഞു തരികയുമില്ല. അവിടെയാണ് പ്രശ്നം. അതിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുക്കേണ്ടതുണ്ട്. ആ വേർതിരിച്ചെടുക്കുക എങ്ങനെയാണ്? അല്ല, അതാണ് പറഞ്ഞത്. ഈ രണ്ട് സംഘടന, ഇത് സാമുദായിക സംഘടനകളാണ്. അവർ ഈ ഒരുമിച്ച് നിൽക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ രണ്ടായി നിൽക്കുമ്പോഴാണെങ്കിലും നേരത്തെ മുസ്തഫ മാഷ് പറഞ്ഞ പോലെ അവർക്ക് രാഷ്ട്രീയം പറയാൻ പറ്റില്ല. അവരുടെ സംഘടനകളിൽ പല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന് രാഷ്ട്രീയം പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ചില ഘട്ടങ്ങളിൽ പരസ്യമായിട്ട് ചില പ്രതികരണങ്ങൾ നടത്തും. 2021 നമ്മൾ പലവണ ചർച്ച ചെയ്ത കാര്യമാണ്. ഉമർ ഫൈസി മുക്കം നടത്തിയ ഒരു പ്രസ്താവന, അത് ആ സമയത്ത് വളരെ രൂക്ഷമായ രൂപത്തിൽ ഭരണവിരുദ്ധ വികാരം തിളച്ചു മറയുന്ന ഘട്ടമാണ്. എന്തുകൊണ്ടാണ് 2021 തെരഞ്ഞെടുപ്പിൽ LDFന് ഭരണ തുടർച്ചയുണ്ടായതെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ കാര്യമേ പറയുള്ളൂ, അതിൽ സമസ്തയുടെ ഈ പ്രതികരണവും അവരുടെ നിലപാടും തന്നെയാണ്. ഇതിപ്പോൾ അസ്ഹരി വളരെ കൃത്യമായി പറഞ്ഞു. മുഹമ്മദ് അലി കിനാലൂർ പറഞ്ഞ കാര്യം വളരെ ഞാനത് കേൾക്കുമ്പോൾ പറയുമ്പോൾ ചിരി വരെയായിരുന്നു. കാരണം പാർലമെൻറ്റിൽ എത്ര കാര്യമായിട്ട് നിയമനിർമ്മാണ സഭകളിൽ ശക്തമായ രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കുറേ വികസന മണ്ഡലത്തിൽ ചെയ്തു എന്നുള്ളതല്ല ആളുകൾക്ക് ബോധ്യപ്പെടേണ്ടത് എന്ന് പറയുമ്പോൾ ഇന്ന മണ്ഡലങ്ങളിൽ ആർക്കൊക്കെ ആയിരിക്കും അവരുടെ വോട്ട്, AP വിഭാഗത്തിൻ്റെ വോട്ട് എന്നുള്ളത് എനിക്ക് സംശയമില്ല, ജനത്തിന് സംശയമുണ്ടല്ലോ. കാരണം ആ സംഘടനകളുടെ ഒരു പരിമിതി, ഇപ്പം മുസ്തഫ മാഷ് പറഞ്ഞ അനുസരിച്ചാണെങ്കിലും കിനാലൂർ പറഞ്ഞ അനുസരിച്ചാണെങ്കിലും അവർക്ക് ആ നിലപാടുകൾ പരസ്യമായി പറയാൻ പറ്റില്ല. വളരെ കൃത്യമായിട്ട് ഇപ്പോൾ മുഹമ്മദ് അലി ഇവിടെ പറഞ്ഞല്ലോ, ഞങ്ങൾ കൊടുക്കേണ്ട മെസ്സേജ് ഞങ്ങളുടെ സംഘടനാ ചാനൽ ഉപയോഗിച്ചിട്ട് അടിത്തട്ട് വരെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനവർ ശേഷമാണ് പറയുന്നത് ഇത് ഇന്ന രീതിയിലാണ്. ഇത് നമുക്ക് വളരെ വ്യക്തമാണല്ലോ ഓരോ മണ്ഡലങ്ങളിലും. ഇപ്പം ഞാൻ നിൽക്കുന്ന കോഴിക്കോട് മണ്ഡലങ്ങളിൽ എന്തായിരിക്കും AP വിഭാഗത്തിൻ്റെ നിലപാടെന്നുള്ളതിൽ എനിക്കൊരു സംശയവുമില്ല. അവരുടെ മാനദണ്ഡം ഇതാണ്, നിങ്ങൾ മണ്ഡലത്തിൽ അത് ചെയ്തു ഇത് ചെയ്തു അവിടെ ഇന്നത് കൊണ്ടുവന്നു വികസനം കൊണ്ടുവന്നു എന്നല്ല പറയേണ്ടത്. വളരെ ക്രൂഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളിൽ, രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളിൽ, ന്യൂനപക്ഷ വിഭാഗം നേരിടുന്ന പ്രശ്നങ്ങളിൽ, ജനാധിപത്യവും മതേതരത്വവും നേരിടുന്ന പ്രശ്നങ്ങളിൽ പാർലമെൻറ്റിനകത്ത് അത് രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും നിങ്ങൾ എന്ത് നിലപാടെടുത്തു, ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ പാർട്ടി എന്ത് നിലപാടെടുത്തു എന്നതാണ് ഞങ്ങൾ നോക്കുക എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. അത് ഈ 20 മണ്ഡലങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്. ഒരു പക്ഷേ ചിലപ്പോൾ അപ്പുറത്തേക്ക് മറിച്ച് നിലപാടെടുത്തിട്ടുള്ള ആളുകളുണ്ടാവും, രണ്ട് പക്ഷത്തുണ്ടായേക്കും. ഇന്ന പക്ഷത്തിന് വോട്ട് ചെയ്യുന്നുള്ളൂ ഞാനും പറയുന്നില്ല, അങ്ങനെ അവർ പരസ്യമായി പറയാത്തതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ എനിക്ക് വ്യക്തമാണ് ഇവരുടെ നിലപാട്. ഞാൻ നേരത്തെ തന്നെ നമ്മൾ തന്നെ പലപ്പോഴും സംസാരിക്കുമ്പോഴും പറഞ്ഞ കാര്യം എനിക്ക് വളരെ വ്യക്തമാണ്. ഈ AP വിഭാഗത്തിൻ്റെ വോട്ട് എങ്ങോട്ടേക്ക് പോകും, EK വിഭാഗത്തിൻ്റെ വോട്ട് എങ്ങോട്ടേക്ക് പോകുന്നു. ഇത് 2021 വീണ്ടും കമ്പയർ ചെയ്ത് അന്ന് ഉമർ ഫൈസി മുഷാവർ അംഗമായ സമസ്തയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഉമർ ഫൈസി അന്ന് പറഞ്ഞ കാര്യം അതേ ഇന്ന് പറഞ്ഞ കാര്യം വളരെ കൃത്യമാണല്ലോ. നമ്മൾ സജീവൻ, താങ്കളെ ഒരിക്കൽ കൂടി വരാം.